ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. ഇനി ഞാൻ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഡ്രിങ്കാണ് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ ഷമാം ഷേക്ക് ഇഷ്ടപ്പെടാത്ത ഒരുപാട് പേരുണ്ടാവില്ലേ? എന്നെപ്പോലെ തന്നെ ഞാനും കഴിഞ്ഞ വർഷം മുതലാണ് കേട്ടോ, കഴിഞ്ഞ വർഷം റമദാൻ മാസത്തിൽ തന്നെയാണ് ഞാനും ഷമാം ഷേക്ക് കുടിക്കാൻ തുടങ്ങിയത്. അത് ഇതുപോലെ ഷമാം ഷേക്ക് അടിച്ച് കുടിച്ചപ്പോഴാണ് കേട്ടോ. അപ്പോൾ അതിന് മുന്നേ എനിക്ക് അതിൻ്റെ ഒരു ടേസ്റ്റ് വലിയ ഇഷ്ടമുണ്ടായിരുന്നില്ല. പക്ഷെ ഇത് നല്ല സംഭവം, നല്ലൊരു ഫ്രൂട്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഈ രീതിയിൽ ചെയ്തു നോക്കിയാൽ നിങ്ങൾക്കും നല്ല അടിപൊളിയായിട്ട് തന്നെ നല്ല ടേസ്റ്റി ആയിട്ട് കുടിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഞാനൊരു ഷമാമിൻ്റെ പകുതി വെച്ചിട്ടാണ് ഇപ്പോൾ ഈ ഒരു ഷേക്ക് അടിക്കാനായിട്ട് പോണത്. അപ്പം അതിൻ്റെ തൊലിയും അതുപോലെ കുരുവൊക്കെ കറക്റ്റായിട്ട് കളഞ്ഞെടുക്കുക. പിന്നെ കുരുവൊന്നും നമ്മൾ ജ്യൂസിൽ പെടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഞാൻ കഴിഞ്ഞ വർഷം ഇതിൻ്റെ ഒരു ഷേക്കിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചിലരൊക്കെ അതിൽ കമൻറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ കുറച്ച് സമയം കഴിയുമ്പോൾ അത് കയ്പ്പ് രുചി വരുന്നുണ്ട് എന്നൊക്കെ. അത് ഈ കുരുവൊക്കെ അതിൽ പെട്ടിട്ടായിരിക്കും, കുരുവോ അല്ലെങ്കിൽ തൊലിയൊക്കെ അതിൽ പെട്ടിട്ടായിരിക്കും. അപ്പോൾ അതൊന്നും ഇല്ലാണ്ടിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം, കുരുവൊന്നും അതിൽ പെടാതിരിക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഇതുപോലെ ഞാനിങ്ങനെ ചെറിയ ചെറിയ പീസാക്കി എടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. തൊലിയും കുരുവൊക്കെ കളഞ്ഞ് ഒന്ന് കഴുകിയതിന് ശേഷമാണ് കേട്ടോ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത ശേഷം നമ്മുടെ സ്പെഷ്യലായിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ് ചേർത്ത് കൊടുക്കുക. ഞാനൊരു 3 ടേബിൾ സ്പൂൺ കണ്ടൻസ് മിൽക്കാട്ടോ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. കണ്ടൻസ് മിൽക്ക് കൂടെ ചേർക്കുമ്പോൾ അത് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ നമ്മുടെ ഈ ഷേക്കിന് കിട്ടുക. നിർബന്ധമില്ല, പക്ഷേ അത് ചേർത്താൽ നല്ല ടേസ്റ്റി ആയിരിക്കും. പിന്നെ അതിലേക്ക് ഞാൻ വേറൊരു ഇൻഗ്രീഡിയൻറ്റ് ചേർക്കുന്നത് ഒരു അര ടീസ്പൂൺ അല്ലെങ്കിൽ 1/4 ടീസ്പൂൺ വാനില എസൻസ് ആണ് കേട്ടോ ചേർത്ത് കൊടുക്കുക. ഞാൻ 1/4 ടീസ്പൂൺ ചേർക്കുന്നുണ്ട് വാനില എസൻസ്. അപ്പോൾ ഈ വാനില എസൻസ് നിങ്ങളുടെ കയ്യിലില്ലാന്നുണ്ടെങ്കിൽ ഏലക്ക പൊടിയോ അല്ലെങ്കിൽ ഏലക്കയുടെ സീഡ്സോ ഇട്ട് കൊടുത്താലും മതി. പിന്നെ ഇതാ കുറച്ചുകൂടെ ഒരു റിച്ച് ആക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ബദാമും അണ്ടിപ്പരിപ്പും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ ബദാമും അണ്ടിപ്പരിപ്പും ഞാനിപ്പോൾ സോക്ക് ചെയ്യാതെയാണ്, കുതിർക്കാതെയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്കത് കടിക്കാനൊന്നും ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് സമയം ഒരു അരമണിക്കൂർ 1 മണിക്കൂർ വെള്ളത്തിലൊന്ന് കുതിർക്കാൻ വെച്ചിട്ട് അത് ആ വെള്ളത്തോടങ്ങ് ഒഴിച്ചു കൊടുത്താലും മതി. അപ്പം ചെറുതായിട്ടൊന്ന് കടിക്കാനും കൂടെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനത് അങ്ങനെ ഇട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ. പിന്നെ അതിലേക്ക് ഒരു 1/2 ലിറ്റർ പാലും ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് നല്ല രീതിയിലൊന്ന് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ നമ്മുടെ ഷേക്ക് ഞാൻ ഇവിടെ റെഡിയായി എന്ന് വിചാരിക്കുമ്പോഴാണ് പഞ്ചസാര ചേർത്തില്ല എന്ന് ഓർത്തിത് കേട്ടോ. ഒരു 4-5 ടേബിൾ സ്പൂൺ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് നല്ല ലൂസായിട്ടാണ് കുടിക്കുന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ പാലൊഴിച്ച് കൊടുത്താൽ മതി, അല്ലെങ്കിൽ കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുത്താലും, ഒരു കപ്പൊക്കെ വെള്ളം ആഡ് ചെയ്ത് കൊടുത്താലും ടേസ്റ്റ് വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ അത് ഒന്നുകൂടെ നമുക്കൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ നല്ല തിക്കായിട്ടാണ് ഇരിക്കുന്നത്. വെള്ളം കുറച്ചുകൂടെ ലൂസിൽ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ വെള്ളമോ പാലോ ഒക്കെ ഒഴിച്ചിട്ട്, വെള്ളം ഒരുപാട് ഒഴിക്കരുത്, പാലോ ഒക്കെ ഒഴിച്ചിട്ട് നമുക്കൊന്ന് ലൂസാക്കി എടുക്കാം. ഒരു കപ്പൊക്കെ വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഷേക്കാണ്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ നട്ട്സൊക്കെ കുതിർത്തിട്ട് ചേർക്കണമെങ്കിൽ അങ്ങനെയും ചേർക്കാം. അപ്പോൾ കുറച്ചൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് കുറച്ച് ബദാം മുകളിൽ ഇങ്ങനെ ചോപ്പ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഷമാം ജ്യൂസാണ്. അപ്പോൾ ഇത് ഇഷ്ടമില്ലാത്തവരെ കുടിച്ചു പോട്ടെ, ഈ രീതിയിൽ തയ്യാറാക്കി നോക്കുകയാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. ഈ നോമ്പിനൊക്കെ കുടിക്കാൻ പറ്റില്ല അടിപൊളി ഡ്രിങ്ക് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇൻഷാല്ലാ പുതിയൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്തൊരു ദിവസം വീണ്ടും കാണാം. താങ്ക്